നമസ്കാരം, വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. പ്രതികൂലമായ ആഗോള സൂചനകൾക്കിടയിൽ ഇന്ത്യൻ ബെഞ്ച് മാർക്ക് സൂചികകൾ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റിക്കാണ് പോയ വാരം സാക്ഷ്യം വഹിച്ചത്. യെൻ ക്യാരി ട്രേഡ്, US മാന്ദ്യഭീതി, RBI നിലപാടുകൾ എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങൾ വിപണിയെ സ്വാധീനിച്ചു. പ്രതിവാര പ്രകടനം വിലയിരുത്തുമ്പോൾ 1.43% ഇടിവാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയത്. വിൽപ്പനാ സമ്മർദ്ദം നേരിട്ട ബാങ്ക് നിഫ്റ്റി ആകട്ടെ 1.5% ഇടിഞ്ഞു. ഫാർമ, ഹെൽത്ത് കെയർ സൂചികകളിൽ മുന്നേറ്റം പ്രകടമായ വാരത്തിൽ സെക്ടറൽ സൂചികകളിൽ ഏറ്റവും അധികം സമ്മർദ്ദം നേരിട്ടത് മെറ്റൽ സൂചികയാണ്. ഇടിവ് 2.92%. 2% ഇടിഞ്ഞ PSU, ബാങ്ക്, എനർജി സൂചികകളും സെൽ ഓഫിന് സാക്ഷ്യം വഹിച്ചു. ബ്രോഡർ മാർക്കറ്റിലും ഇടിവ് പ്രകടമായിരുന്നു. സെൻസെക്സ് വാരാന്ത്യത്തിൽ 1.5% ഇടിഞ്ഞപ്പോൾ BSE മിഡ്, സ്മോൾ ക്യാപ് സൂചികകൾ 1.5% വരെയും ഇടിവ് രേഖപ്പെടുത്തി. ആഗോളതലത്തിലേക്ക് നോക്കിയാൽ ഒരു റോളർ കോസ്റ്റർ റൈഡിനാണ് US വിപണി സാക്ഷ്യം വഹിച്ചത്. സെപ്റ്റംബറിൽ നിരക്ക് കുറയ്ക്കൽ നടപടിയിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയിരിക്കെ സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകളാണ് പല ഡാറ്റകളും നൽകിയത്. ഇതോടെ തുടർച്ചയായ ബുള്ളിഷ് ടോണിൽ തുടർന്നിരുന്ന സൂചികകൾ കനത്ത വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടു. ഒപ്പം ഒരു ദശാബ്ദ കാലത്തിനിടയ്ക്ക് ആദ്യമായി നിരക്ക് വർധന നടത്തിയ ജപ്പാന്റെ നയവും US വിപണിയിൽ പ്രതിഫലിച്ചു. യെൻ ക്യാരി ട്രേഡ് നടന്നത് ഇടിവിനെ ആക്കം കൂട്ടുന്നതിലേക്ക് നയിച്ചു. എന്നാൽ ആ ഇടിവിൽ നിന്നും ശക്തമായി റീബൗണ്ട് ചെയ്തുകൊണ്ട് ഇടിവിന്റെ ആഘാതം കുറയ്ക്കാൻ വിപണിക്ക് പിന്നീട് കഴിഞ്ഞു. ഒടുവിൽ എസ്റ്റിമേറ്റുകളെക്കാൾ കുറഞ്ഞ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും വിൽപ്പനാ സമ്മർദ്ദത്തിൽ ഇടിഞ്ഞ സൂചികകൾക്ക് പിന്തുണയായി. എങ്കിലും വാരാന്ത്യത്തിൽ ഡൗ ജോൺസ് 0.6%, നാസ്ഡാക്ക് കോമ്പോസിറ്റ് സൂചിക 0.18%, S&P 500 സൂചിക 0.04% ഇടിവ് പ്രകടമാക്കി. വരുന്ന ആഴ്ചയിലും ധാരാളം മാക്രോ ഡാറ്റകൾ വിപണിയുടെ ഗതിയെ സ്വാധീനിക്കും. ഓഗസ്റ്റ് 13 ചൊവ്വാഴ്ച വരുന്ന കോർ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് കണക്കുകൾ തന്നെയാണ് അതിൽ പ്രധാനം. ഫുഡ്, എനർജി എന്നിവ ഒഴികെയുള്ള കോർ PPI ജൂണിൽ 0.4% ഉയർന്നിരുന്നു. ഒപ്പം ഫുഡ്, എനർജി എന്നിവയുൾപ്പെടുന്ന പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് കണക്കുകളും അറിയാൻ സാധിക്കും. ജൂണിൽ PPI 0.2% വർദ്ധിച്ചിരുന്നു. ഫെഡിന്റെ പലിശ നിരക്ക് തീരുമാനങ്ങളിൽ PPI കണക്കുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതോടൊപ്പം ബുധനാഴ്ച വരുന്ന CPI, കോർ CPI കണക്കുകളും ഇതിനോടൊപ്പം ചേർത്തുവെക്കാം. ജൂണിൽ പണപ്പെരുപ്പം 3.3% നിന്നും 3% കുറഞ്ഞിരുന്നു. ഈ കുറവ് തുടരാനാകുമോ എന്നത് തന്നെയാകും നിക്ഷേപകർ ഉറ്റുനോക്കുക. 2.9% ആയേക്കാം എന്നാണ് വിദഗ്ധരുടെ അനുമാനം. പണപ്പെരുപ്പം ലക്ഷ്യപരിധിയായ 2%-നുള്ളിൽ എത്തിക്കുക എന്നതാണ് US സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യം. അനുമാനങ്ങൾക്കൊത്തുള്ള കണക്കുകൾ വിപണിയെ കൂടുതൽ റാലിയിലേക്കും നയിച്ചേക്കാം. തുടർന്ന് പതിവ് പോലെ വ്യാഴാഴ്ചകളിൽ വരുന്ന ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റകളും നിർണായകമാകും. പോയ വാരത്തിൽ അനലിസ്റ്റുകളുടെ എസ്റ്റിമേറ്റുകളെക്കാൾ കുറഞ്ഞ കണക്കുകൾ വന്നത് വിപണിയുടെ തിരിച്ചുവരവിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. എക്കണോമി സന്തുലിതാവസ്ഥയിൽ തന്നെ തുടരുന്നുണ്ടോ എന്നത് വിപണി ഈ ഡാറ്റകളിലൂടെ വീക്ഷിക്കും. അന്നേ ദിവസം വരുന്ന റീറ്റെയിൽ സെയിൽസ് ഡാറ്റകളും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. 0.4% ജൂണിലെ റീറ്റെയിൽ സെയിൽസ് കണക്കുകൾ. ഇത് 0.1% രേഖപ്പെടുത്തിയേക്കാം എന്നാണ് വിലയിരുത്തുന്നത്. പണപ്പെരുപ്പത്തിന്റെ ആക്കം വിലയിരുത്തുന്നതിന് ഈ ഡാറ്റയും സഹായിക്കുന്നു. കൂടാതെ വ്യാവസായിക ഉൽപാദന കണക്കുകളും അറിയാം. അമേരിക്കയെ സംബന്ധിച്ച് വ്യാവസായിക മേഖലയുടെ വളർച്ച നിക്ഷേപകർ ഉറ്റുനോക്കുന്ന ഒന്നാണ്. എല്ലാത്തിനുമുപരി വിവിധ ഇടങ്ങളിലായി റാഫേൽ ബോസ്റ്റിക് അടക്കമുള്ള FOMC മെമ്പേഴ്സ് നടത്തുന്ന പ്രസ്താവനയും വിപണിയുടെ പ്രകടനത്തെ സ്വാധീനിക്കും. യൂറോസോണിൽ ജർമ്മൻ, ബ്രിട്ടൻ എന്നിവിടങ്ങളിലെ സർവീസ് PMI കണക്കുകൾ വന്നിരുന്നു. സർവീസ് മേഖലയിലെ വളർച്ച 50-ന് മുകളിൽ തുടരുന്നുണ്ടെങ്കിലും മന്ദഗതിയിലാകുന്നുവെന്നതിൻ്റെ സൂചനകളാണ് ലഭിച്ചത്. എന്നാൽ ഇതിന് വിപരീതമായി ബ്രിട്ടീഷ് സർവീസ് PMI ജൂലൈയിൽ ഉയർന്നു. തൊഴിൽ വിപണിയിലും ശക്തമായ ഉയർച്ച രേഖപ്പെടുത്തി. കൂടാതെ ജർമ്മനിയുടെ CPI 2.3% വർദ്ധിച്ചു. മാസാടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ അനലിസ്റ്റുകളുടെ പ്രതീക്ഷയ്ക്കൊത്ത് 0.1%-ൽ നിന്നും 0.3%-ആയും ഉയർന്നു. ഇതോടെ വാരാടിസ്ഥാനത്തിൽ ഡാക്സ് സൂചിക 0.35%-ന്റെയും CAC 40 സൂചിക 0.25%-ന്റെയും നേട്ടത്തിൽ അവസാനിച്ചപ്പോൾ FTSE 100 സൂചിക 0.08%-ന്റെ നഷ്ടത്തിലാണ് അവസാനിച്ചത്. വരുന്ന ആഴ്ചയിൽ ഓഗസ്റ്റ് 13 ചൊവ്വാഴ്ച പുറത്തുവരുന്ന ബ്രിട്ടന്റെ അൺഎംപ്ലോയ്മെന്റ് ഡാറ്റകളാണ് ആദ്യം യൂറോപ്യൻ വിപണികളെ സ്വാധീനിക്കുക. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന ഭേദപ്പെട്ട നിലയിലാണ് ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ. എന്നാൽ അമേരിക്കൻ ട്രെൻഡ് പിന്തുടർന്ന് തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണെങ്കിൽ അത് സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. തുടർന്ന് ഓഗസ്റ്റ് 14 ബുധനാഴ്ച വരുന്ന ബ്രിട്ടന്റെ CPI കണക്കുകൾ തന്നെയാണ് ഏറ്റവും അധികം നിർണായകമാവുക. 2.3% പ്രതീക്ഷിക്കുന്ന CPI നിരക്ക്.
അതിനോടൊപ്പം തന്നെ വരുന്ന PPI കണക്കുകളും പ്രാധാന്യമർഹിക്കുന്നു. ഈ ഡാറ്റകൾ അനുകൂലമാവുകയാണെങ്കിൽ യൂറോപ്യൻ സൂചികകളിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം. ഒപ്പം അന്നേ ദിവസം തന്നെ ഫ്രാൻസിന്റെ CPI കണക്കുകളും എത്തും. ഇതോടെ മേഖലയിലെ പണപ്പെരുപ്പത്തിന്റെ ഗതി വിലയിരുത്താം. യൂറോസോണിലെ രണ്ടാം പാദ GDP കണക്കുകളും വ്യാവസായിക നിർമ്മാണ ഉൽപാദന കണക്കുകളും ബുധനാഴ്ച റിലീസ് ചെയ്യും. ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച ബ്രിട്ടന്റെ രണ്ടാം പാദ GDP കണക്കുകൾ, വ്യാവസായിക നിർമ്മാണ ഉൽപാദന ഡാറ്റകളും വരുന്നതോടെ ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ പാതയിലാണോ എന്ന് മനസ്സിലാക്കാം. തുടർന്ന് വെള്ളിയാഴ്ച ബ്രിട്ടന്റെ കോർ റീറ്റെയിൽ സെയിൽസ് കണക്കുകളും അറിയാം. വളർച്ചയ്ക്ക് ആനുപാതികമായ പണപ്പെരുപ്പമാണോ എന്ന് ഈ ഡാറ്റയിലൂടെ അറിയാൻ കഴിയും. ഏഷ്യൻ മേഖലയിലേക്ക് എത്തുമ്പോൾ യെന്നിലുണ്ടായ ക്യാരി ട്രേഡ് മൂലം ഹൈലി വോളട്ടൈലായ സൂചികകളായിരുന്നു പോയ വാരം കണ്ടത്. എന്നാൽ ആഗോള ആഭ്യന്തര വിപണികളിലെ അസ്ഥിരത നിലനിൽക്കുന്നത് കൊണ്ട് ഉടനെ നിരക്ക് വർധന ഉണ്ടാകില്ല എന്ന ബാങ്ക് ഓഫ് ജപ്പാൻ ഗവർണറുടെ പ്രസ്താവന സൂചികകൾക്ക് പിന്തുണ നൽകി. ഒപ്പം ആശ്വാസമായി വന്ന ചൈനയുടെ CPI PPI കണക്കുകളും കരുത്തു നൽകി. വരുന്ന ആഴ്ചയിൽ ഓഗസ്റ്റ് 14 വരുന്ന ജപ്പാന്റെ രണ്ടാം പാദ GDP കണക്കുകളാണ് മേഖലയ്ക്ക് നിർണായകം. യെൻ അസ്ഥിരമായതിനാൽ തന്നെ ഈ കണക്കുകൾ പ്രാധാന്യമേറും. ഒപ്പം അന്ന് തന്നെ വരുന്ന ചൈനയുടെ വ്യാവസായിക ഉൽപാദന ഡാറ്റയും തൊഴിലില്ലായ്മ ഡാറ്റയും നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കും. ചൈനീസ് സമ്പദ് വ്യവസ്ഥ റിക്കവർ ആകുന്നോ എന്നതാകും നിക്ഷേപകർ ഉറ്റുനോക്കുക. ഓഗസ്റ്റ് 15 ജപ്പാന്റെ വ്യാവസായിക ഉൽപാദന ഡാറ്റയും റിലീസ് ചെയ്യും. നിലവിൽ പണപ്പെരുപ്പ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഈ ഡാറ്റ ജാപ്പനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ നിർണായകമാണ്. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വന്നാൽ ക്രൂഡ് ഓയിൽ വില തുടർച്ചയായ 4 സെഷനുകളിലും നേട്ടത്തിൽ തുടർന്നു. ഇതോടെ വാരാടിസ്ഥാനത്തിൽ ബ്രെന്റ് ക്രൂഡ് 2.75% മുന്നേറി. WTI ക്രൂഡ് 3.46% മുന്നേറ്റവും പ്രകടമാക്കി. തുടർച്ചയായ 4 ആഴ്ചയിലെ ഇടിവിനു ശേഷം ആദ്യമായാണ് WTI ക്രൂഡ് നേട്ടത്തിൽ അവസാനിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന പ്രതിസന്ധികളും ആഗോള ഡാറ്റകളും ഓയിൽ വിലയ്ക്ക് കരുത്തു പകർന്നു. മാന്ദ്യം കുറയുന്നുവെന്ന സൂചനകൾ ഡാറ്റകളിൽ നിന്നും ലഭിക്കുന്നതും ഹമാസുമായുള്ള ചർച്ചകൾക്ക് ഇസ്രായേൽ തയ്യാറാകുന്നുവെന്ന വാർത്തകളുമെല്ലാം ക്രൂഡ് വിലയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട്. അതോടൊപ്പം റഷ്യ എണ്ണ ഉൽപാദനം കുറച്ചേക്കാമെന്ന വാർത്തകളും മറ്റൊരു കാരണമായി. വരുന്ന ആഴ്ചയിൽ ക്രൂഡ് വിലയെ സ്വാധീനിക്കുന്ന ധാരാളം ഡാറ്റകൾ വരുന്നുണ്ട്. ഒപെക്കിന്റെ മീറ്റിംഗ് ആണ് ഇതിൽ പ്രധാനം. ഒപ്പം ഇന്റർനാഷണൽ എനർജി അഡ്മിനിസ്ട്രേഷന്റെ റിപ്പോർട്ടും വരാനിരിക്കുന്നു. ജൂലൈ മാസത്തിലെ ചൈനീസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയും പ്രാധാന്യമർഹിക്കുന്നു. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ WTI ക്രൂഡിനെ സംബന്ധിച്ച് പ്രധാന റെസിസ്റ്റൻസായി ബാരലിന് $76.74, $77.31, $78.08, $78.93 എന്നീ ലെവലുകൾ പരിഗണിക്കാം. $75.84, $75.26, $74.69, $72.95 എന്നീ ലെവലുകൾ സപ്പോർട്ടായും പരിഗണിക്കാം. ബ്രെന്റ് ക്രൂഡിലേക്ക് വന്നാൽ പ്രധാന റെസിസ്റ്റൻസായി ബാരലിന് $82.7, തുടർന്ന് $84.05, $87.21 എന്നിവ കണക്കാക്കാം. $71.26 പ്രധാന സപ്പോർട്ടായും പ്രതീക്ഷിക്കാം. ആഗോള വിപണികളിലുണ്ടായ വിൽപ്പനാ സമ്മർദ്ദം സ്വർണ്ണവിലയിലും പ്രതിഫലിച്ചു. എങ്കിലും ആഴ്ചയുടെ അവസാനത്തോടടുത്തപ്പോൾ ശക്തമായ തിരിച്ചുവരവ് നടത്തി ട്രോയ് ഔൺസിന് $2,400 മുകളിൽ നിലനിൽക്കാൻ സ്വർണത്തിന് കഴിഞ്ഞു. ട്രഷറി യീൽഡിൽ ഇടിവുണ്ടായതും സ്വർണ്ണവില തിരിച്ചു വരുന്നതിന് പിന്തുണ നൽകി. വെള്ളിയാഴ്ച 0.18% നേട്ടത്തിൽ അവസാനിച്ച സ്വർണം പ്രതിവാര അടിസ്ഥാനത്തിൽ 0.46% ഇടിവാണ് രേഖപ്പെടുത്തിയത്. വരുന്ന ആഴ്ചയിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുക US-ന്റെ ജൂലൈ മാസത്തിലെ ഇൻഫ്ലേഷൻ കണക്കുകൾ തന്നെയാണ്. ടെക്നിക്കൽസ് നോക്കിയാൽ അപ്സൈഡിൽ 2470 മുതൽ 2480 എന്ന ഡോളർ റേഞ്ച് പ്രധാന റെസിസ്റ്റൻസ് ആയി കണക്കാക്കാം. തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ $2500 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. 2500 ലെവൽ നിലനിർത്താൻ സ്വർണത്തിന് കഴിയുകയാണെങ്കിൽ $2580 ഒരു മുന്നേറ്റവും പ്രതീക്ഷിക്കാം എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഡൗൺ സൈഡിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി ആക്ട് ചെയ്യുക 20-ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് ആയ $2410, $2400 റേഞ്ചാണ്. തുടർന്ന് 50-ഡേ SMA ആയ $2370, 100-ഡേ SMA ആയ $2350 എന്നിവയും സപ്പോർട്ടായി കണക്കാക്കാം. US ഡോളർ കരുത്താർജിച്ചതോടെ ഇന്ത്യൻ രൂപ പ്രതിവാര അടിസ്ഥാനത്തിൽ 0.18% ഇടിഞ്ഞ് 83.92 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ക്യാരി ട്രേഡ് മൂലം പ്രതിസന്ധി നേരിട്ട രൂപ റെക്കോർഡ് ലോയായ 84.15 എന്ന നിലയിലേക്ക് വെള്ളിയാഴ്ച താഴ്ന്നിരുന്നു.
ടെക്നിക്കൽ സൈഡിൽ വരുന്ന ആഴ്ച 83.93 പ്രധാന സപ്പോർട്ട് പ്രതീക്ഷിക്കാം. തുടർന്ന് 84.04 രൂപയിലും സപ്പോർട്ട് കണക്കാക്കാം. 83.69 രൂപയിലാണ് പ്രധാന റെസിസ്റ്റൻസ് ഉള്ളത്. തുടർന്ന് 83.57, 83.50 എന്നിവയിൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. പോയ വാരത്തിൽ ഇന്ത്യൻ മാക്രോ തലത്തിൽ FIIയുടെ ഭാഗത്തു നിന്നും നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. FII 19,139.76 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ DII 20,871.1 കോടി രൂപയുടെ ബൈയിങ്ങും നടത്തിയിട്ടുണ്ട്. RBIയുടെ ധനനയ യോഗം തന്നെയായിരുന്നു കഴിഞ്ഞ വാരം വിപണിക്ക് നിർണായകം. തുടർച്ചയായ 9ാം തവണയും പലിശ നിരക്കിൽ തൽസ്ഥിതി തുടരുകയാണ് ചെയ്തത്. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ 6.5% നിലനിർത്തി. സാമ്പത്തിക വളർച്ചയും പണപ്പെരുപ്പം ലഘൂകരിക്കുന്നതിന്റെ സൂചനകളും ഉയർത്തിക്കാട്ടുമ്പോഴും ഹോക്കിഷ് സ്റ്റാൻസ് ആണ് MPC നിലനിർത്തിയിരിക്കുന്നത്. രാജ്യത്തെ പണപ്പെരുപ്പം മെയ്, ജൂൺ മാസങ്ങളിൽ കുറഞ്ഞിട്ടുണ്ടെന്നും വരുന്ന മാസങ്ങളിൽ ഇത് താഴ്ന്ന നിലയിൽ എത്തുമെന്ന പ്രതീക്ഷയും ഗവർണർ ശക്തികാന്ത ദാസ് പങ്കുവച്ചു. പലിശ നിരക്ക് 4% എത്തിക്കുകയാണ് RBIയുടെ ലക്ഷ്യം. ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റമാണ് ആശങ്കയായി തുടരുന്നത്. അതുകൊണ്ട് തന്നെ നിരക്ക് കുറയ്ക്കലിലേക്കുള്ള ദൂരവും ഏറുകയാണ്. നിക്കൈ സർവീസസ് PMI കണക്കുകളാണ് മറ്റൊരു പ്രധാന ഡാറ്റ. ഉയർന്ന വേതനവും മെറ്റീരിയൽ ചെലവും ബിസിനസ് ചിലവുകളും വർദ്ധിപ്പിച്ചതിനാൽ ജൂലൈയിൽ രാജ്യത്തെ സർവീസ് PMI നേരിയ തോതിൽ കുറഞ്ഞു. ജൂണിലെ 60.5 നിന്ന് PMI ജൂലൈയിൽ 60.3 എത്തി. ജനുവരിയിൽ സൂചിക 6 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 61.8 എത്തിയിരുന്നു. PMI റീഡിംഗ് തുടർച്ചയായ 35 മാസവും 50 മാർക്കിന് മുകളിലുള്ളത് മേഖലയുടെ മുന്നേറ്റത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത വാരത്തിലേക്ക് വന്നാൽ 12ാം തീയതി വരുന്ന ജൂലൈയിലെ CPI കണക്കുകൾ തന്നെയാണ് നിർണായകം. ജൂണിൽ ഉപഭോക്തൃ പണപ്പെരുപ്പം 4 മാസത്തെ ഉയർന്ന നിരക്കായ 5.08%. പണപ്പെരുപ്പ തോത് കുറയുന്നു എന്ന RBI പ്രതീക്ഷയും നിലനിൽക്കെ ഇത്തവണ 3.65% ജൂലൈയിലെ CPI അനുമാനം. ഭക്ഷ്യവിലക്കയറ്റം പിടിതരാതെ തുടരുമ്പോഴും പണപ്പെരുപ്പം RBIയുടെ സഹനപരിധിയായ 2 മുതൽ 6% പരിധിയിൽ തുടരുന്നത് ആശ്വാസജനകമാണ്. കൂടാതെ അന്ന് തന്നെ വരുന്ന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കണക്കുകളും വിപണി ശ്രദ്ധ നേടും. വ്യാവസായിക ഉൽപാദന സൂചിക ഏപ്രിലിലെ 5% നിന്ന് വാർഷികാടിസ്ഥാനത്തിൽ മെയ് മാസത്തിൽ 5.9% ഉയർച്ച രേഖപ്പെടുത്തിയിരുന്നു. വൈദ്യുതി ഉൽപാദനത്തിലും കൺസ്യൂമർ ഡ്യൂറബിൾസ് പ്രൊഡക്ഷനിലും ഇരട്ട അക്ക വർധനവുണ്ടായതിനാൽ ആണ് ഇത്തരത്തിലുള്ള മുന്നേറ്റം. അതേസമയം ഓഗസ്റ്റ് 14 വരുന്ന WPI ഇൻഫ്ലേഷൻ കണക്കുകളാണ് നിക്ഷേപകർ കാത്തിരിക്കുന്ന നിർണായക ഡാറ്റ. രാജ്യത്തിന്റെ മൊത്ത പണപ്പെരുപ്പം മെയ്യിലെ ഉയർന്ന നിരക്കായ 2.61% നിന്ന് ജൂണിൽ വാർഷികാടിസ്ഥാനത്തിൽ 16 മാസത്തെ ഉയർന്ന നിരക്കായ 3.36%ലേക്കുള്ള ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. സ്വാഭാവികമായും മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പത്തിൽ ഇത്തവണ ഒരു മെച്ചപ്പെടുത്തലാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2.39% എന്ന അനുമാനമാണ് നിലനിൽക്കുന്നത്. ഇതിനു പുറമെ 15 വരുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ട് കണക്കുകളും ട്രേഡ് ബാലൻസ് കണക്കുകളും വിപണി ശ്രദ്ധ ആകർഷിക്കും. കഴിഞ്ഞ വർഷം ജൂണിലെ $19.19 ബില്യൺ നിന്ന് 2024 ജൂൺ മാസത്തിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി $20.98 ബില്യൺ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഈ വർഷം ജൂണിലെ ചരക്ക് കയറ്റുമതി പ്രതിവർഷം 2.6% വർദ്ധിച്ച് $35.2 ബില്യൺ എത്തി. ഇറക്കുമതി 5% ഉയർന്ന് $56.18 ബില്യൺ എത്തി. 7 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വ്യാപാര കമ്മി $23.78 ബില്യൺ വർദ്ധിച്ചിട്ടും കഴിഞ്ഞ മാസത്തിൽ ചരക്ക് കയറ്റുമതി 9.1% ഉയർന്ന് $38.13 ബില്യൺ എത്തിയിരുന്നു. രാജ്യത്തിന്റെ ഫോറക്സ് കരുതൽ ശേഖരം ഓഗസ്റ്റ് 2 അവസാനിച്ച ആഴ്ചയിൽ റെക്കോർഡ് നിലവാരമായ $675 ബില്യൺ എത്തിയിട്ടുണ്ട്. ജൂലൈ 26 അവസാനിച്ച ആഴ്ചയിൽ $670.85 ബില്യൺ ആയിരുന്നു ഇതിനു മുമ്പത്തെ റെക്കോർഡ് നില. ഈ നിലയിൽ നിന്നും തുടർന്നും കരുതൽ ശേഖരത്തിൽ കുതിപ്പുണ്ടാകുമോ എന്നതും ഓഗസ്റ്റ് 16 വരുന്ന കണക്കുകളിൽ നിന്നും നിക്ഷേപകർ വിലയിരുത്തും. IPO മാർക്കറ്റിലേക്ക് വന്നാൽ മെയിൻ ബോർഡിൽ നിന്നും സരസ്വതി സാരി ഡിപ്പോ എന്ന കമ്പനിയാണ് സബ്സ്ക്രിപ്ഷനായി എത്തുന്നത്. 1996 സ്ഥാപിതമായ കമ്പനി സ്ത്രീകൾക്കുള്ള വസ്ത്രനിർമ്മാണത്തിലും വ്യാപാരത്തിലുമാണ് പ്രധാനമായും ഏർപ്പെട്ടിരിക്കുന്നത്. 160 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്ന കമ്പനിയുടെ പ്രൈസ് ബാൻഡ് 152 മുതൽ 160 വരെയാണ്.
ഫ്രഷ് ഇഷ്യൂ വഴി 104 കോടിയും ഓഫർ ഫോർ സെയിൽ വഴി 56.02 കോടി രൂപയുമാണ് സമാഹരിക്കുക. ഓഗസ്റ്റ് 12 ആരംഭിച്ച് 14 സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുക. തുടർന്ന് ഓഗസ്റ്റ് 20 വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുക. അതേസമയം കഴിഞ്ഞ ആഴ്ച IPOയുമായി എത്തിയ ഫസ്റ്റ് ക്രൈ, യൂണികോമേഴ്സ്, ഇ-സൊല്യൂഷൻസ് കമ്പനികൾ 13 ദലാൽ സ്ട്രീറ്റിൽ അരങ്ങേറ്റം കുറിക്കും. പോയ വാരം കോർപ്പറേറ്റ് മേഖലയിൽ SBIയുടെ ഫലപ്രഖ്യാപനമായിരുന്നു പ്രധാനം. രാജ്യത്തെ ഏറ്റവും വലിയ വായ്പാദാതാവായ SBIയുടെ അറ്റാദായം 17,035.16 കോടി രൂപയായി. അറ്റ പലിശ വരുമാനം 41,125 കോടി രൂപയുമായി. ശക്തമായ വായ്പാ വളർച്ചയും സുസ്ഥിരമായ ആസ്തി ഗുണനിലവാരവും കാരണം ഫലം സ്ട്രീറ്റ് എസ്റ്റിമേറ്റുകളെ മറികടന്നു. തുടർന്ന് ഭാരതി എയർടെലിന്റെ പാദഫലമായിരുന്നു വന്നത്. പ്രതീക്ഷകളെ മറികടന്നുകൊണ്ടുള്ള റിസൾട്ടുകൾ തന്നെയായിരുന്നു കമ്പനി പുറത്തുവിട്ടത്. അറ്റാദായം 158% ഉയർന്ന് 4,160 കോടി രൂപ രേഖപ്പെടുത്തി. ജർമ്മൻ കെമിക്കൽ ഭീമനായ BASFന്റെ റിസൾട്ടുകളും ശ്രദ്ധേയമായിരുന്നു. അറ്റാദായം 36.64% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ വരുമാനത്തിൽ 18.06% ഉയർന്നു. ആഴ്ചയിൽ അവസാനം കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഒന്നാം പാദഫലവും വന്നിരുന്നു. ലാഭം 77% ഉയർന്ന് 174.2 കോടി രൂപയാണ് രേഖപ്പെടുത്തിയത്. കമ്പനികളുടെ മികച്ച പാദഫലങ്ങൾ വന്നതോടുകൂടി വിപണിയിൽ ബുള്ളിഷ് സെന്റിമെന്റ്സ് കടന്നുവന്നു. അടുത്ത ആഴ്ച ഓറോബിന്ദോ ഫാർമയുടെ പാദഫലത്തോട് പ്രതികരിച്ചുകൊണ്ടാണ് വിപണി ആരംഭിക്കുക. തുടർന്ന് ഓഗസ്റ്റ് 12 പ്രധാനമായും IRFC, വോഡഫോൺ ഐഡിയ, ഹിന്ദ് കോപ്പർ പോലുള്ള ഓഹരികളാണ് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുക. മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകൾ, ഊർജ്ജ സ്രോതസ്സുകളിലുള്ള നിക്ഷേപങ്ങളും IRFCയുടെ കുതിപ്പിന് ആക്കം കൂട്ടും. ഒപ്പം ഹിന്ദ് കോപ്പർ, NMDC, ഹാപ്പിയസ്റ്റ് മൈൻഡ്സ്, ബൊറോസിൽ റിന്യൂവബിൾസ്, നാൽക്കോ, NMDC പോലുള്ള കമ്പനികളാണ് ഫലപ്രഖ്യാപനം നടത്തുക. ഓഗസ്റ്റ് 13 ഹിൻഡാൽകോ, അപ്പോളോ ഹോസ്പിറ്റൽ, ഹീറോ മോട്ടോകോർപ്പ്, മുത്തൂറ്റ് ഫിനാൻസ്, IRCTC പോലുള്ള കമ്പനികൾ റിസൾട്ടുകൾ പ്രഖ്യാപിക്കും. ഇന്ത്യൻ വാഹന കമ്പനികൾ ഭാവിയിൽ 100% എത്തനോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കാറുകളും ഇരുചക്ര വാഹനങ്ങളും നിർമ്മിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നിലനിൽക്കുമ്പോൾ ഓട്ടോ ഭീമനായ ഹീറോ മോട്ടോകോർപ്പിന്റെ റിസൾട്ടുകൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കൂടാതെ അന്ന് തന്നെ നൈക്ക, NBCC, GMR എയർപോർട്ട്സ്, എൻഡ്യൂറൻസ് ടെക് കമ്പനികളും ഏർണിംഗ്സ് നമ്പേഴ്സ് പുറത്തുവിടും. ഓഗസ്റ്റ് 14 പ്രതിരോധ കമ്പനികളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, മസഗോൺ ഡോക്ക് പാദഫലങ്ങൾ പ്രഖ്യാപിക്കുന്നതോടെ ഡിഫൻസ് മേഖലയിലെ റെക്കോർഡ് നിക്ഷേപവും മികച്ച ഓർഡർ ബുക്കും കമ്പനികളെ എത്രമാത്രം സ്വാധീനിച്ചുവെന്ന് മനസ്സിലാക്കാം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, മസഗോൺ ഡോക്ക് തുടങ്ങിയ കമ്പനികൾ കഴിഞ്ഞ പാദഫലത്തിൽ കാഴ്ചവെച്ച പ്രകടനം ഇത്തവണയും തുടരുമോ എന്നതും നിക്ഷേപകർ വീക്ഷിക്കും. ഇതോടെ പ്രതിരോധ മേഖലയിലെ ട്രെൻഡിന്റെ വ്യക്തമായ ചിത്രം നിക്ഷേപകർക്ക് ലഭിക്കും. കൂടാതെ ഗ്ലെൻമാർക്ക്, റിലയൻസ് പവർ, റെഡ് ടേപ്പ്, ഗബ്രിയൽ ഇന്ത്യ, ലക്സ് ഇൻഡസ്ട്രീസ് പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകളോടെ ജൂൺ പാദഫലങ്ങൾ പൂർത്തിയാകും. നിഫ്റ്റി ടെക്നിക്കൽസിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഹയർ ഹൈ ഫോം ചെയ്ത സൂചിക ഈ ആഴ്ചയിൽ യെൻ ക്യാരി ട്രേഡും മാന്യഭീതി മൂലവും ഒരു ഗ്ലോബൽ സെൽ ഓഫ് കാരണം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ചാർട്ടിൽ കാണാൻ സാധിച്ചത്. ഡെയിലി ബേസിസിൽ നിഫ്റ്റിക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചെങ്കിലും 10 ഡേ, 21 ഡേ EMA ഒത്തുചേരുന്ന 24,400 എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താലേ ഒരു സ്റ്റഡിയായ പോസിറ്റീവ് മൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. HDFC സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് പറയുന്നത് നിഫ്റ്റി ഒരു പ്രധാന റെസിസ്റ്റൻസ് ഏരിയയായ 24,350, 23,400 എന്ന റേഞ്ചിലാണുള്ളത് എന്നാണ്. ഇവിടെ നിന്നും ഒരു അപ്പ് മൂവ് ഉണ്ടായാൽ അത് മുൻ ദിവസങ്ങളിൽ ഉണ്ടായ ഗ്യാപ്സ് ഫിൽ ചെയ്ത് 24,690 എന്ന ലെവലിൽ എത്തിയേക്കാമെന്നാണ്. അതേസമയം സൂചികയുടെ സപ്പോർട്ട് ലെവൽ 24,100 ആണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. SBI ടെക്നിക്കൽ അനലിസ്റ്റുമാർ പറയുന്നത് മറ്റു ഗ്ലോബൽ ഇൻഡെക്സുകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് വളരെ ശക്തമായിരുന്നുവെന്നാണ്. കാരണം നിഫ്റ്റി സൂചിക 2.83% ഇടിഞ്ഞപ്പോൾ US-ന്റെ ഡൗ ജോൺസ്, നാസ്ഡാക്ക് സൂചികകളും ജപ്പാന്റെ നിക്കൈ ഇൻഡെക്സും 5 മുതൽ 16% ഇടിഞ്ഞത്. നിഫ്റ്റിയുടെ കേസിൽ ഒരു ലോങ് ലോവർ ഷാഡോയും ചെറിയ ബോഡിയുമുള്ള ബുള്ളിഷ് ക്യാൻഡിൽ ബൈയിങ് ഇൻട്രസ്റ്റിനെ സൂചിപ്പിക്കുന്നുവെന്നും അവർ പറയുന്നു. കൂടാതെ RSIയിലും ഒരു പോസിറ്റീവ് റീബൗണ്ട് വന്നത് നിഫ്റ്റിയുടെ അപ്പ് മൂവിന് കാരണമായേക്കാമെന്നും അതുകൊണ്ട് കറന്റ് ലെവൽസിൽ സൂചികയുടെ സപ്പോർട്ട് 24,050, 24,000 എന്ന റേഞ്ചും ടോപ്പ് സൈഡിൽ 24,650, 24,700 എന്ന റേഞ്ച് റെസിസ്റ്റൻസ് ആയും പരിഗണിക്കാമെന്നും അനലിസ്റ്റുമാർ സൂചിപ്പിക്കുന്നു. എങ്കിലും ഷോർട്ട് ടൈമിൽ നിഫ്റ്റി 24,000, 24,700 കൺസോൾഡേറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ തുടർച്ചയായി 5ാം ആഴ്ചയിലും 1.69% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്.
ഈ സാഹചര്യത്തിൽ വീക്ക്ലി ചാർട്ടിൽ ഒരു ഹാമറിന് സമാനമായ ലോങ് ലോവർ ഷാഡോയുള്ള ബിയറിഷ് കാൻഡിൽ ട്രെൻഡ് റിവേഴ്സലിന്റെ സൂചനയാണെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഷെയർകാൻ ടെക്നിക്കൽ അനലിസ്റ്റ് ജഡിൻ ഗേഡിയ പറയുന്നത് ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിക്ക് സിമിലർ ആയ പുൾ ബാക്ക് ചെയ്തേക്കാമെന്നും ഈ സാഹചര്യത്തിൽ സൂചികയുടെ സപ്പോർട്ട് ലെവൽസ് 50,100, 50,000വും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 50,750, 50,800 ആയി പരിഗണിക്കാമെന്നും സൂചിപ്പിച്ചു. അതേസമയം ഇന്ത്യ വിക്സിലെ 7.5% ഉണ്ടായ ഇടിവ് മാർക്കറ്റിലെ വൊളാറ്റിലിറ്റി കുറയുന്നതിന്റെ ഇൻഡിക്കേഷൻ ആണെന്നും ഇത് ബുൾസിന് കരുത്തു പകരുമെന്നും അദ്ദേഹം പറഞ്ഞുവെക്കുന്നു. 4 ട്രേഡിംഗ് ദിനങ്ങൾ മാത്രമുള്ള വാരത്തിലേക്ക് കടക്കുമ്പോൾ ആഗോള ആഭ്യന്തര വിപണികളിലെ പണപ്പെരുപ്പ കണക്കുകൾക്ക് തന്നെയാണ് പ്രാധാന്യം. അനുകൂലമായ ഡാറ്റയാണ് വരുന്നതെങ്കിൽ വിപണിയിലും മുന്നേറ്റം പ്രതീക്ഷിക്കാം. മറിച്ചാണെങ്കിൽ നിലവിലെ സെൽ ഓഫ് തുടരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും പ്രീ മാർക്കറ്റ് അനാലിസിസുമായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.